ഒരു പ്ലേറ്റിൽ ഫുഡ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വേണം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പയർ ഐറ്റംസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡ്, പൊട്ടറ്റോ, അങ്ങനത്തെ ഓട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, റൈസ്, നമ്മൾ കോമൺ മലയാളികളുടെ ദോശ, പുട്ട്, അപ്പം, അങ്ങനത്തെ ഫുഡ്. ഓക്കെ, അപ്പോൾ അത് ഒരു വലിയ പോർഷൻ വേണം. കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ബ്രെയിനിന് ഫങ്ഷൻ ചെയ്യാൻ, നമ്മുടെ എനർജി എല്ലാം ഈ ഒരു ഫുഡിലാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഫിഷ്, എഗ്ഗ്, ചിക്കൻ, അങ്ങനത്തെ, അതാണ് പ്രോട്ടീൻ. ഈ ഒരു റോസ് കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് പ്രോട്ടീൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്ലൂ കളറിൽ ഡയറി പ്രോഡക്റ്റ്, അതായത് നമ്മുടെ പാല്, മുട്ട, നെയ്യ്, അങ്ങനത്തെ ഡയറി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഇത്ര പോർഷൻ വേണം. പിന്നെ ഇവിടെ ഒരു പർപ്പിൾ കളറിൽ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് വയലറ്റ് പർപ്പിൾ. അവിടെ ഓയിൽ ആൻഡ് സ്പ്രെഡ്സ്, അത്ര ഒരു സ്മോൾ പോർഷനേ പാടുള്ളൂ. പിന്നെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു വാട്ടറിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ട്, ഈ ഒരു ഗ്ലാസ് 6 to 8 ഗ്ലാസ് എ ഡേ വേണം എന്നാണ് ഈ കാണിക്കുന്നത്. അതാണ് ഈ ഒരു വാട്ടറിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വാട്ടർ, അതുപോലെ മിൽക്ക്, അതായത് കുടിക്കുന്ന എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 6 to 8 ഗ്ലാസ് നമ്മൾ കുടിക്കുന്ന മീൻസ് അതിൽ ജ്യൂസും നമ്മുടെ വാട്ടറും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ലോ ഫാറ്റുള്ള മിൽക്ക്, അങ്ങനത്തെ നമ്മൾ കുടിക്കുന്ന ചായ, അതെല്ലാം അങ്ങനെ കുടിക്കുന്ന എല്ലാം ഇവിടെ വരും. അപ്പോൾ അവർ പറയുന്ന, സജസ്റ്റ് ചെയ്യുന്ന ഈ ലിമിറ്റ്, അതായത് ഫ്രൂട്ട് ജ്യൂസും സ്മൂത്തീസും അങ്ങനത്തതെല്ലാം ഒരു 150 ml ഒരു ഡേ, അതിൽ താഴെ ആക്കുക, ലിമിറ്റ് ചെയ്യുക. അത്രയാക്കി ലിമിറ്റ് ചെയ്യുക, 150 ml മാത്രം ആക്കിയിട്ട്. ഓക്കെ, 2000 കലോറി ഫീമെയിലിനും 2500 കലോറി മെയിലിനും. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഇതുണ്ട്, ആഹാരം പ്ലസ് ഈ സ്മൂത്തി, കോഫി, അതെല്ലാം, അതായത് ഫുഡ് പ്ലസ് ഡ്രിങ്ക്, അതെല്ലാം കൂടിയാണ് ഒരു മനുഷ്യന് ഒരു ദിവസം വേണ്ട കലോറി. ഫുഡ് മാത്രം വേറെ കലോറി, ഡ്രിങ്ക് അതിൽ കൂട്ടത്തില്ല, അങ്ങനെയില്ല. 2000 എന്ന് വെച്ചാൽ ഫുഡ് പ്ലസ് ഡ്രിങ്കാണ്, കുടിക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിക് ഒരു 2000 കലോറി ഫീമെയിലിനും ഒരു 2500 കലോറി മെയിലിനും വെച്ചിട്ടാണ് ഈ ഈറ്റ് ഗൈഡ് ഉള്ളത്. ഓക്കെ, ഇങ്ങനൊരു പോർഷനുണ്ട്, അതായത് ചെക്ക് ദ ലേബൽ ഓൺ പാക്കേജ്ഡ് ഫുഡ്. അപ്പം ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡ്, ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. നമ്മൾ പാക്കറ്റ് ഫുഡ് വാങ്ങിച്ചാലും ഇതുപോലത്തെ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ, ഇങ്ങനൊരു ഇത് കാണും അല്ലേ, എല്ലാ സാധനങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ടോട്ടൽ ഫാറ്റ്, സാച്ചുറേറ്റഡ്, ട്രാൻസ് ഫാറ്റ്, കൊളസ്ട്രോൾ, സോഡിയം, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ, ഇങ്ങനെ എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനെ കുറിച്ചിട്ടാണ് ഈ ഈറ്റ് വെൽ ഗൈഡിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ അപ്പം ഇത് 100 ഗ്രാമിലുള്ളതാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്, എന്തൊക്കെ എത്ര അളവിലുണ്ട് എന്നുള്ളത്. ഇവിടെ താഴെ 320 ml ആണ് ഇതിൻ്റെ ടോട്ടൽ, ഇതിൻ്റെ അകത്തുള്ള ആ ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പം 120 ഗ്രാമിലുള്ളത് 98 കലോറി ആണെങ്കിൽ 320ൽ എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ ഫാറ്റ്, ഷുഗർ, ഓരോ സാധനങ്ങളും അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 250 കലോറി, അപ്പോൾ 2000 കഴിക്കാവുന്ന ഫീമെയിലാണ് ഞാനെങ്കിൽ അതിൻ്റെ 250 13% ഈ ഒരു ഒറ്റ സാധനത്തിൽ മാത്രം ഉണ്ട് എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കേണ്ട സ്ഥാനത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ് അൺഹെൽത്തി ആയിട്ടുള്ള കഴിക്കുമ്പം, ഒരു ദിവസം മനുഷ്യന് വേണ്ട ഷുഗർ, ഫാറ്റ്, പ്രോട്ടീൻ, മീൻസ് കാർബോഹൈഡ്രേറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഇതിൽ പോയി. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ പാക്കറ്റ് ഫുഡ്, ഷുഗർ സാധനങ്ങൾ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കേണ്ട ഇത്രയും വലിയൊരു പ്ലേറ്റ്, മീൻസ് ഇത്രയും ഫുഡ് ഇവിടെ ഉണ്ട്, പച്ചക്കറി ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇത്രയുമാണ് ഒരു ഹെൽത്തി മനുഷ്യന് വേണ്ടത്. നമ്മളെ വൈറ്റമിൻസ്, മിനറൽസ്, ഹോർമോൺസ് എല്ലാം, നമ്മുടെ ഹെൽത്തി സാധനങ്ങളെല്ലാം വേണ്ടേ. അപ്പം ഇത് സൈഡിലോട്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ പാക്കറ്റ് സാധനങ്ങൾ വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കഴിക്കേണ്ടതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് പോവുകയാണല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ഫാറ്റ്, ഇതൊരു ട്രാഫിക് സിഗ്നലിൻ്റെ പോലെയാണ് കാണിക്കുന്നത്. ഗ്രീൻ മീൻസ് ഗുഡ്, റെഡ് മീൻസ് ഒരു ഡേഞ്ചറാണ്, ഓറഞ്ച് മീൻസ് ഡേഞ്ചറിനോട് അടുത്താണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഗ്രാം ഫാറ്റാണ്. ഇവരൊരു എക്സാമ്പിളായിട്ടൊരു ചുമ്മാ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഡെയിലി 3 ഗ്രാം ഫാറ്റ് ആണെങ്കിൽ 150ലുണ്ട്. അപ്പോൾ നമ്മളത് ഡെയിലി എടുക്കുന്നതിൻ്റെ 4% ഫാറ്റാണ്, അത് കുറവാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഷുഗർ 34 ഗ്രാം ഷുഗർ ഉണ്ട്, അത് 38% ആണ്. അതായത് ഒരു മനുഷ്യന് വേണ്ടതിൻ്റെ 38% ഈ ഒരു പ്രോഡക്റ്റിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഈ ഒരു ടേബിൾ നോക്കിയിട്ട്. അപ്പോൾ പാക്കേജ് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ സാൾട്ട്, ഷുഗർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഹൈ ആയിട്ടുണ്ടെങ്കിൽ അത്രയും കലോറി നമുക്ക് പോയി അത്രയും അൺഹെൽത്തി സാധനങ്ങളായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിൽ പറയുന്നുണ്ട് ചൂസ് ഫുഡ്സ് ലോവർ ഇൻ ഫാറ്റ്, സോൾട്ട് ആൻഡ് ഷുഗർ. അപ്പോൾ ഫാറ്റ് അതായത് അൺഹെൽത്തി, സാച്ചുറേറ്റഡ്, ട്രാൻസ് ഇതിൽ കുറേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഹെൽത്തി ഫാറ്റ് ഉണ്ട്, നട്ട്സിൽ നിന്നും എഗ്ഗിൻ്റെ യെല്ലോ പോർഷനിൽ നിന്നൊക്കെ കിട്ടുന്ന ഹെൽത്തി ഫാറ്റാണ്. ഇതിൽ അൺഹെൽത്തി ഫാറ്റ്, ഈ പ്രോസസ്ഡ് ഫുഡ് എന്നുള്ള സാധനം, അത് നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ നോക്കണം. അപ്പോൾ ആ ഫാറ്റ് ലോ ആയ സാധനങ്ങൾ ഓക്കെ, മീൻസ് അത് കഴിച്ചേ പറ്റുള്ളൂ എങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പാക്കറ്റ് ഫുഡ് ഒഴിവാക്കണം. പിന്നെ സോൾട്ട്, ഷുഗർ അതുപോലെ തന്നെ അത്ര കുറവേ എടുക്കാവുള്ളൂ, കുറഞ്ഞത് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ജങ്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈറ്റ് വെൽ ഗൈഡ് പറയുന്ന നമ്മൾ എത്ര ജിമ്മാണ് ഇതാണ് എല്ലാം ആണെങ്കിലും ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ അത്രയും നല്ലത്, അത്രയും ബെനിഫിഷ്യൽ. പക്ഷേ അവരിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഈറ്റ് ലെസ് ഓഫൺ ആൻഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. നമ്മളിത് കഴിക്കുമ്പോൾ, അതായത് മാസത്തിലൊരു ദിവസമൊക്കെ ചീറ്റ് ഡേ എടുക്കുകയാണ്, നമ്മളിത് കഴിക്കുവാണെങ്കിൽ തുടർച്ചയായിട്ട് എപ്പോഴും ഇത് കഴിക്കരുത്, ഭയങ്കര റെയറായിട്ട് സ്മോൾ എമൗണ്ട്സിൽ കഴിക്കാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ഈറ്റ് വെൽ ഗൈഡ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ മലയാളികൾ ചിലപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആ ഒരു ഫുഡ് പ്ലേറ്റ് ഇല്ലേ, മീൻ കറി, കിഴങ്ങ്, ഡയറ്റ് കുറേ എടുക്കുന്നതുകൊണ്ട് കൊതിയാവുന്നുണ്ട്. ഓക്കെ, അപ്പം മീൻ കറി, കിഴങ്ങ്, പച്ചക്കറി അങ്ങനത്തെ, പിന്നെ മീനൊക്കെ ആയപ്പോൾ പ്രോട്ടീനായി, പച്ചക്കറി ആയപ്പോൾ വൈറ്റമിൻ, വെജിറ്റബിൾസ് എല്ലാം ആയി, പിന്നെ എന്താ ചോറായപ്പോൾ നമ്മുടെ ഇതായി. ആ ക്വാണ്ടിറ്റിയിലാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് തിന്നാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ നിന്നും അധികം നമ്മൾ തിന്നുമ്പോൾ ആ ബാക്കിയുള്ളത് ഹെൽത്തി ആണെങ്കിലും, അതായത് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണെങ്കിലും അത് ഫാറ്റായിട്ട് അടിയും. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യാത്തതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അതായത് നിറയെ വ്യായാമം ചെയ്തിട്ട് നിറയെ തിന്നാവോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള കാര്യം തിന്നാം, പക്ഷെ അതും ആവശ്യത്തിന് തിന്നാവുള്ളൂ. നമ്മളെല്ലാം തിന്നുമ്പോൾ അനാവശ്യമായിട്ട് വലിച്ച് വാരി തിന്നുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഓക്കെ, അപ്പം കേരളത്തിൻ്റെ ആ ഡയറ്റ് പ്ലേറ്റ് നല്ലതാണ്. നമ്മൾ ഡയറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡ്, ആ ഒരു ഇതിനെയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എന്താ സാലഡ് കഴിക്കുന്നതിനല്ല ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സാലഡ് മാത്രം കഴിക്കുന്നത് ഒരു ഡയറ്റാണ്, ഓക്കെ. പക്ഷേ നമ്മൾ ആരോഗ്യം നോക്കാൻ വേണ്ടി വെറും ക്യാരറ്റും കുക്കുമ്പറും മാത്രം ചവച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇതേപോലെ, അതിനാണ് ഈ പ്ലേറ്റ്. ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കഴിക്കുക, ജങ്ക്സ് എല്ലാം അവോയ്ഡ് ചെയ്യുക, ഷുഗർ എല്ലാം കുറയ്ക്കുക, അല്ലെങ്കിൽ ഷുഗർ ഫുള്ള് ആയിട്ട് സ്കിപ്പ് ചെയ്യുക, അങ്ങനെയെല്ലാം ആയിട്ട്, അല്ലെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് വന്ന് പതുക്കെ നിർത്തുക. എന്നിട്ട് ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്ലേറ്റ്, ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുക, ഫുഡ് കഴിച്ച് വെയിറ്റ് കുറയ്ക്കുക. അല്ലാതെ ഇങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്ത് വേറെ ആവശ്യമില്ലാതെ, പിന്നെ ഒരേ ടൈപ്പ് ഫുഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. അതായത് വെജിറ്റബിൾ, ക്യാരറ്റ്, കുക്കുമ്പർ മാത്രം തിന്നുമ്പോൾ ബാക്കി എല്ലാം ഡെഫിഷ്യൻസി വരും, വേറെ ഒരുപാട് അസുഖം വരും. മീൻസ് നമ്മളെല്ലാം കഴിക്കുക, ഇതുപോലെ കഴിക്കുക. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ആൾ ആദ്യം അയാളുടെ ഫുഡ് പ്ലേറ്റ് ഇതുപോലെ ആക്കുക, അതുപോലെ കറക്റ്റ് ചെയ്യുക, ഇത്രയും ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുക, ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴും എനർജി വേണം, അതിന് കഴിക്കണം. അപ്പോൾ അതാണ് ഒരു പോയിന്റ്. പിന്നെ സ്ഥിരമായിട്ട് ഒരേ ടൈപ്പ് ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ആ ബാക്കി സാധനങ്ങളിലുള്ള ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വരും. ഫുഡ് സ്കിപ്പ് ചെയ്യുമ്പോൾ പീരീഡ്സ്, ഹെൽത്തി ഫാറ്റ് വേണം ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യാൻ, എന്നാലേ പീരീഡ്സൊക്കെ ലേഡീസിൻ്റെ സമയത്ത് വരത്തുള്ളൂ. അപ്പോൾ ആ പീരീഡ്സ് മിസ്സാവും. പിന്നെ ഹെയർ ഫോൾ, ഞാനൊരു വിക്റ്റിമാണ്, എനിക്കറിയത്തില്ലായിരുന്നു പണ്ട്. കുറേ എന്താ ഫുഡെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നിട്ട് ഹെയർ ഫോൾ നന്നായിട്ടുണ്ടായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടിട്ട് മെഡിസിൻ കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയത്തില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല ചെറിയ പിള്ളേർ വീഡിയോ കാണുമെന്ന്. അപ്പോൾ അതൊരു 20-21 വയസ്സിലാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് തെറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഈറ്റ് വെൽ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. പിന്നെ ഓക്കെ, എന്താ ഈ പേപ്പർ ഡ്രസ്സ് ഇട്ടതെന്ന് വെച്ചാൽ ഇത് വേറൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സെല്ലാം ഇട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആരും ക്ലിക്ക് ചെയ്യത്തില്ല. എനിക്കിത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ, കേട്ട് തുടങ്ങിയിട്ട് ആരെങ്കിലും കാണുമ്പോൾ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വേറെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് സൺഡേ മാത്രമേ കുറച്ച് ഫ്രീ ആകത്തുള്ളൂ, അപ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ്. കുറേ പോയിൻറ്റ്സ് ഉണ്ട്.